അതായത് ഓഡിയൻസ് ഇപ്പോൾ ചിന്തിക്കുന്നത് പല വഴികളോട് ഓഡിയൻസ് ചിന്തിക്കും. ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ വില്ലനാവാം, അപ്പോൾ എല്ലാ വഴിയിലോടും ഓഡിയൻസ് ചിന്തിക്കും. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തോട്ടൊരു ട്വിസ്റ്റ് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ മാത്രമാണ്, റൈറ്റർ കൊടുക്കാൻ പറ്റിയ മാത്രമാണ് ആ സിനിമയ്ക്ക് ഒരു എക്സലൻറ്റ് റെസ്പോൺസ് വരുന്നുള്ളൂ. മലയാളത്തിൽ അങ്ങനെ ഒരു എക്സലൻറ്റ് റെസ്പോൺസ് വന്ന് തിയേറ്ററിക്കലി ഹിറ്റായിട്ടുള്ള ഒരു ത്രില്ലർ പടം എന്ന് പറയുന്നത് അഞ്ചാം പാതിരയായിരിക്കും ലാസ്റ്റ് വന്നത്. പിന്നീട് വന്ന ഇരട്ട പോലും നമ്മൾ പല ഹോളിവുഡ് സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാമ്യത ഗംഭീര റെസ്പോൺസാണ് വന്നത്. സ്റ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ഇതായിരുന്നു. മഹാരാജ ആണെങ്കിൽ പോലും കണ്ടിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി രാക്ഷസൻ പോലെ ഒരു റെസ്പോൺസ് ഇനി ഒരു സിനിമയ്ക്ക്, അപ്പോൾ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരണമെങ്കിൽ അത്രത്തോളം രീതിയിൽ ആ സിനിമയുടെ തിരക്കഥ അത്രത്തോളം ഗംഭീരം, അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വരണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കൊറിയൻ സിനിമകളൊക്കെ ഒരുപാട് ആളുകൾ കാണാൻ തുടങ്ങിയോണ്ട് ഏത് ട്വിസ്റ്റ് കൊടുത്താലും നമുക്കത് പ്രഡിക്റ്റബിൾ ആയിട്ട് മാറുകയാണ്. എങ്ങനെ ഇപ്പോൾ ആര് വില്ലനാക്കിയാലും അല്ലെങ്കിൽ ഇതാക്കിയാലും എന്ത് ചെയ്താലും അതൊക്കെ നമ്മൾ കൊറിയൻ സിനിമയിൽ വന്നിട്ടുള്ള ഒരു, ഇപ്പോൾ നമ്മൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്, ഇപ്പോൾ OTT വരാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ട്വിസ്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമ കണ്ടപ്പോഴും നമുക്ക് തോന്നിയത് ഓൾറെഡി പല സിനിമകളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റായിരുന്നു. അതായത് 10 കൊല്ലം മുന്നെയാണ് വരുന്നതെങ്കിൽ ഒരു കിടിലൻ ട്വിസ്റ്റായിരുന്നു.